ഹായ് എല്ലാവർക്കും നമസ്കാരം. അജിത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നത് ഏതാണ് സ്ഥലം എന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ എത്തിയിട്ടുള്ളത് ശ്രീലങ്കയിലാണ്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നതേ നമ്മൾ ശ്രീലങ്കയിലാണ്. അപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ കൊളംബോയിലെത്തി. അപ്പോൾ കൊളംബോയിലെത്തിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്തത് കണ്ടത് ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അത് നമ്മളെ കൂട്ടത്തിൽ രാജേഷ് ചേട്ടനും അനൂപും അനിയനും പിന്നെ നമ്മുടെ രാജുട്ടേട്ടനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഊബർ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ, ഈ തെങ്ങുന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ അതേ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ട്. ആൾക്കാർ പൊതുവേ പറയാറുണ്ട് നമ്മളെ നാട്ടിലത്തെ അതുപോലെയാണ് ശ്രീലങ്കയിൽ എന്നുള്ളത്. പക്ഷേ എക്സാക്ട്ലി അതേ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്, ഒരു 8-9 ദിവസം നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കും നമ്മളിവിടെ എങ്ങനെ എത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോസിൽ ഇങ്ങനെ പതുക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ശ്രീലങ്കയുടെ ഒരു ഭാഗം, മിക്കവാറും ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ആളുകളൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രീലങ്കയിലെ പൊതുവെ ആളുകൾ സംസാരിക്കുന്നത് സിംഹളയാണ്. പിന്നെ ഇവർ തമിഴ് കുറച്ചൊക്കെ സംസാരിക്കും, പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷും സംസാരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇക്കൊല്ലത്തെ എന്താണ് തിരുവോണ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന്? ശ്രീലങ്കയിൽ നിന്ന്. അപ്പോൾ ഇത് അടിക്കണ സാധനം എന്താ വെച്ചാൽ നൂൽപുട്ട്, തേങ്ങാ ചമ്മന്തി, എന്താണ് പരിപ്പ് കറി, പിന്നെ ചെറുപഴം. സംഭവം തേങ്ങാ ചമ്മന്തി നാരങ്ങ ചേർത്തിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാലേ ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതല്ല, ഇത് ഇവിടുത്തെ ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് ഈ ഐറ്റാണ്. ഇതാണ് നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ ഓണർ രഞ്ജിത് ഭായ്. എല്ലാവരും നല്ല അടിച്ച് വിടുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റാക്കട്ടെ. അപ്പോൾ അതെ ഈ യാത്രയിൽ നമ്മളിപ്പോൾ അനൂപുണ്ട്, രാജേട്ടനുണ്ട്, അനിയൻ ഊഞ്ഞാലിലിരുന്ന് ആടുന്നുണ്ട്, പിന്നെ രാജേഷ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഓണറാണ് രഞ്ജിത്ത് പെരേര എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. അത് കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ്. നമ്മളെ നാട്ടിലത്തെ ഒരു 2000 സംതിങ് രൂപയ്ക്ക് നമ്മൾ 5 പേർക്കും കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നില്ലേ, അടിപൊളി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കിട്ടി നമുക്ക്. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ നാട്ടിലത്തെ ഫുഡ് എല്ലാം ഏകദേശം ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ പിക്മി ആപ്പിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെ മീൻ കച്ചവടം, ഇവിടുത്തെ മീൻ കച്ചവടമൊക്കെ അതെ കണ്ടോ, അങ്ങനെ തന്നെ ഒരു പെട്ടിയിലാക്കിയിട്ട് സൈക്കിളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ നമുക്ക് കറൻസി ഒന്ന് കുറച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ ശ്രീലങ്കൻ രൂപയ്ക്ക് നമ്മളെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂല്യം വളരെ കുറവാണ്. നമുക്കൊരു 3.43 അത്രയൊക്കെ നമുക്ക് റേറ്റ് കിട്ടും. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിവിടെ ഈ ബാങ്കുകളുടെ ഈ എക്സ്ചേഞ്ച്, എയർപോർട്ടിലുള്ള എക്സ്ചേഞ്ച് എന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു പുഷ്പ ജ്വല്ലറി എന്ന് പറയുന്ന നെഗുംബോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മണി എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. അവരാണ് കൂടുതൽ റേറ്റ് തരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുക. അപ്പോൾ ഉണ്ടോ ഇവിടെ ഈ മോപ്പഡുകളൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മിനി വാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊരു കുഞ്ഞു വണ്ടി, ഇത് ഏതാണോ ഒരു വണ്ടി. അപ്പോൾ നമ്മളതിൽ കയറിയിട്ടേ നമ്മൾ പുഷ്പ ജ്വല്ലറി പോയിട്ട് പൈസ. അപ്പോൾ നമ്മളെ നമ്മുടെ ഈ എന്താണ് ഹോം സ്റ്റേയുടെ ഓണർ ഉണ്ടല്ലോ രഞ്ജിത് ഭായ്. അപ്പോൾ ആള് നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് കേട്ടോ പെരുമാറ്റമൊക്കെ. കാരണം അപ്പോൾ ആളെ പറയാം, നമ്മൾ ഈ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മിക്കവാറും മേടിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ ഫുള്ള് ബാർഗൈൻ ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ മേടിച്ചാൽ മതി. പിന്നെ അതുപോലെ അങ്ങനത്തെ കേസുകളൊക്കെ ആൾ പറഞ്ഞു തരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഗിയറൊക്കെ എവിടെയാണ്? സോ വാട്ട് ഈസ് യുവർ നെയിം? വിരാജ്. അപ്പോൾ വിരാജാണ് നമ്മളെ ഈ മിനിവാൻ്റെ ഡ്രൈവറേ. അപ്പോൾ ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൂടെ പോകുന്ന, ഏകദേശം നല്ല ഫുള്ളായിട്ട് അതിലൂടെ പോകുന്ന ഒരു ഫീൽ തന്നെയാണ്. ചീമക്കൊന്നൊക്കെ ഉണ്ടല്ലോ അവിടെ.
പുഷ്പ ജ്വല്ലറി. അപ്പൊ നമ്മൾ ഇവിടെ പൊതുവെ ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ഈ ടുക് ടുക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇന്തോനേഷ്യ, തായ്ലാന്റ് അവിടെയൊക്കെ ടുക് ടുക് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ അതന്നെ ടുക് ടുക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഓട്ടോറിക്ഷകളാട്ടോ. ഇത് മിക്കവാറും ബജാജിന്റെ ഓട്ടോറിക്ഷകളാണ്, ബജാജ് ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഫുള്ള്. അപ്പൊ ഫോറിനേഴ്സ് ഒക്കെ അവിടെ വന്നിട്ട് ഈവൻ നമുക്കും IDP ഉണ്ടെങ്കിൽ ഈ ഓട്ടോറിക്ഷ മൊത്തത്തിൽ നമുക്ക് എടുത്തിട്ട് നമ്മൾ തന്നെ ഓടിച്ച് ഇവിടെ ഒക്കെ കറങ്ങി നടക്കാം. ഫോറിനേഴ്സ് ഒക്കെ കുറെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതല്ലാതെ ഇവിടുത്തെ യാത്രകൾക്ക് ടുക് ടുക് ഉപയോഗപ്പെടുത്താം. അത് കുറച്ചൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അപ്പോൾ നമ്മൾ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ ഈ ഒരു നെഗംബോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുഷ്പ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കട ഉണ്ട് കേട്ടോ, പുഷ്പ ജ്വല്ലേഴ്സ്. അപ്പോൾ ഇത് ഓതോറൈസ്ഡ് മണി എക്സ്ചേഞ്ചേഴ്സും കൂടെയാണ്. അപ്പോൾ ഇവിടെ വന്നാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് 3.45 വെച്ചിട്ട് റേറ്റ് കിട്ടി. യഥാർത്ഥത്തിൽ 3.43 ഒക്കെ ഇങ്ങനെയാണ് റേറ്റ്. അവർ ആ റേറ്റിനേക്കാൾ കൂടുതലാണ് തരുന്നത്. പക്ഷെ നമ്മൾ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ കാശ് മാറ്റുമ്പോഴേ നമുക്ക് 3.17 ആ റേറ്റൊക്കെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ശ്രീലങ്കൻ കാശ് കൂടുതലായിട്ട് കിട്ടും നമ്മുടെ കാശിന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടയിലേ ചായ കുടിക്കാൻ വേണ്ടി കയറിയ ഹോട്ടലിൽ. അപ്പോൾ അവിടെ ഉണ്ടോ പരിപ്പ് വട, ഉഴുന്നുവട, പിന്നെ ലഡു, പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ പറഞ്ഞാൽ നമ്മളെ ദോശ, ഇഡ്ഡലി, ലഡു, ഉണ്ട, ഈ സാധനങ്ങളൊക്കെ തന്നെ അവരൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. വടയൊക്കെ അവിടുത്തെ ആൾക്കാർ തട്ടി വിടുക കേട്ടോ. അയ്യോടോ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് കൊളംബോയിലേക്ക് ഒരു ബസ്സിൽ കയറി. സീറ്റൊക്കെ ഉണ്ടോ? ഇത് എല്ലേക്കൊക്കെ പോവോ ഈ ബസ് ഇവിടുന്ന്? ആണോ? എന്തായാലും ഇപ്പം നമുക്ക് കൊളംബോക്കുള്ള ബസ്സിൽ ഇവിടെ കയറിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചൊക്കെ ബസ്സിന് വന്നതിന് ശേഷം പിന്നെ കുറച്ച് നടന്നിട്ട് ഇവിടെ ഒരു ലോട്ടസ് ടവർ ഉണ്ട്. അപ്പോൾ ആ ലോട്ടസ് ടവറിൻ്റെ അടുത്തിട്ട് അതിൻ്റെ താഴത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ് ലോട്ടസ് ടവർ. ഇത് കൊളംബോ തന്നെയാണുള്ളത്. അവിടുത്തെ ബസ്സൊക്കെ കണ്ടോ? ഇവിടുത്തെ ബസ്സിൽ ഫുള്ള് ചിത്രങ്ങളും പെയിൻറ്റിങ്ങും ഫുള്ള് വറക്കാം. അപ്പോൾ നമ്മളങ്ങനെ ലോട്ടസ് ടവറിൻ്റെ അടിവശത്ത് ഇവിടെ നമ്മൾ കൊളംബോയിൽ തന്നെയുള്ള ഒരു ഇൻ്റർനാഷണൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഒരു ടാക്സിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിലുള്ള ബീച്ചുണ്ട്, വലിയ അടിപൊളി ഒരു ബീച്ചാണ്. ഉച്ച സമയം അത് കാരണം അവിടെയൊക്കെ ആളുകളൊക്കെ കുറവാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കൊളംബോയുടെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏരിയയാണ് ഈ ഭാഗത്ത്. വലിയ വലിയ ടൂറിസ്റ്റ് റിസോർട്ടുകളും അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടേ കൊളംബോയിലൊരു നാഷണൽ മ്യൂസിയം ഉണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനെ കുറേ ബസ്സും ടാക്സിയും ഒക്കെ ആയിട്ട് കറങ്ങിയാണ് വരുന്നത്. പിന്നെ ഇതിലൂടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ പോയി നോക്കട്ടെ, ബാഗൊക്കെ ഇവിടെ കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കൊളംബോയിലെ ശ്രീലങ്കയിലെ നാഷണൽ മ്യൂസിയം കേട്ടോ. നമുക്കിങ്ങനെ ഉള്ളിൽ പോയി നോക്കാം. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് പുറത്ത് നല്ല വൃത്തിക്ക്. പിന്നെ ഇവിടെ ബുദ്ധമത വിശ്വാസം ഉള്ള ആളുകളുണ്ട്, പിന്നെ ഹിന്ദുമത വിശ്വാസം ഉള്ള ആളുകളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഇസ്ലാം മത വിശ്വാസികളുണ്ട് എന്നാണ് പൊതുവെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോറിനേഴ്സൊക്കെ കുറച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. മ്യൂസിയത്തിൽ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ നമ്മളെവിടെ പോയാലും അവിടുത്തെ ആളുകളുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇവിടുത്തെ ഈ ക്ലീനിങ് സ്റ്റാഫും അവരുടെ സൂപ്പർവൈസറൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് തമിഴാണ് അറിയാം, കുറേ ആൾക്കാർക്ക് സിംഹളയാണ് അറിയാം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഭാഷ അത്രയൊന്നും അറിയില്ലെങ്കിലും തമിഴ് അറിയുന്നതുകൊണ്ട് പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കാം അല്ലേ. ഇവിടെ ഈ അണ്ണൻ തമിഴ് പറയുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് തമിഴ് അറിയാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് പിടിച്ചു നിൽക്കും. ആലോചിക്കാനേ
അതിന് മനസ്സിലായി നിങ്ങളെ പറയാൻ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇത് നമ്മുടെ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നമുക്ക് ഇക്കാഡുവ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ലേക്ക് ഹൗസ് എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ലീഡിങ് ന്യൂസ് പേപ്പർ പബ്ലിഷറാണ്. അതിൻ്റെ ബിൽഡിങ്ങാണിത്. ഓ, ഇറ്റ്സ് ബൈ ഗവൺമെന്റ് ഓഫ് ശ്രീലങ്ക. അങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ നമ്മുടെ ലോട്ടസ് ടവർ കാണാം. അങ്ങനെ നമ്മൾ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണത്. അപ്പോൾ നമ്മൾ ഇക്കാഡുവയ്ക്കുള്ള ടിക്കറ്റ് എടുത്തുട്ടോ. നമുക്ക് 1000 റുപ്യാണ്. അത് 5 പേർക്ക് 20 രൂപ ഒരാൾക്ക്. 200 രൂപ ഒരാൾക്ക്, 200 ശ്രീലങ്കൻ മണി. അപ്പോൾ ട്രെയിൻ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ വരും. അപ്പോൾ നമ്മളതിൽ പോകണം, ഓടിപ്പോണം. അതിനിപ്പോൾ നമ്മൾ ഇക്കാഡുവയ്ക്കുള്ള ട്രെയിനിൽ കയറിയിട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തീരദേശ ട്രെയിനാണ്. അതുകൊണ്ടാണ് കടലിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു ട്രാക്കാണ്. അത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു യാത്രയുടെ രസം. ഇതിൻ്റെ മിക്കവാറും സ്റ്റേഷൻസൊക്കെ ഈ പിന്നെ കടൽ തീരത്തിൻ്റെ അടുത്താണ്. അടുത്തൊരു അവിടെ നിന്ന് സ്റ്റോപ്പില്ലല്ലേ? കൊളുപ്പിട്ടിയ സ്റ്റോപ്പുണ്ടോ? ഇത് ചെറിയ ട്രെയിനല്ലേ? ഇത് നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ. അങ്ങനെ കടലിനോട് ചേർന്ന് റെയിൽവേ ട്രാക്ക്. വിഷയം പറഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലേ? പിന്നെ നമ്മളെ മറ്റേ മുക്കുവരായ ആൾക്കാർ താമസിക്കുന്ന ഗ്രാമത്തായിരുന്നു. അവരുടെ ആ ഒരു റിയൽ ലൈഫിന്റെ ഒരു പരിച്ഛേദം, ചിത്രം ഒന്നും പറയാം, പരിച്ഛേദം. ഒരു സ്ഥലത്ത് ഹൈ ക്ലാസ് ബീച്ചുകൾ, കാര്യങ്ങൾ, സർഫിംഗ് സെന്ററുകൾ, മറ്റേ ഭാഗത്ത് മുക്കുവരായ സാധാരണക്കാർ താമസിക്കുന്ന വീടുകൾ. എന്താ വീട് നമ്മളാ ഭാഗത്ത് സത്യത്തിൽ ഒരു അന്തല്ല. കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇക്കാവുട വരെ പൂർണ്ണമായി നമ്മൾ പോണത് ശ്രീലങ്കയുടെ ഏറ്റവും മുകൾ വശത്തുള്ള മാപ്പിന്റെ ആ വട്ടം ചുറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പുറത്ത് കടല്, ഇപ്പുറത്ത് കൂടെ ട്രെയിന്, വീടുകളൊക്കെ ഉണ്ട്. അത് ഒന്നൊരു സ്റ്റേഷനാകുമ്പോഴേ ഒരു ട്രാക്ക് മാറി പിടിച്ച് കയറി. വീണ്ടും നമ്മള് ജനതയിലേക്ക് എത്തി. ആലോചിച്ചോളി, ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? നമ്മൾ സാധാരണ കാണുന്ന ഒരു മാപ്പിന്റെ ആ ഒരു എൻഡാണിത്. വക്കാണ്. നമ്മൾ വക്കത്ത് കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനം നമുക്ക് അവിടെ ഫീൽ എന്താ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. കിടക്കല്ലേ അങ്ങോട്ട്? അത് അവസാനമില്ല, മറ്റല്ല മുഴുവൻ.
കാരണം നമ്മൾ ഇക്കാടുവ റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ടേ. ഇപ്പോൾ ഇക്കാടുവ ബസ് സ്റ്റാൻഡാണത് കാണുന്നത്. ഇവിടെ നമ്മൾ ബീച്ചിലേക്ക് കുറച്ച് മുന്നിലേക്ക് പോയാൽ ബീച്ചിലേക്ക് നടക്കാം. നമ്മൾ ഫുഡ് അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നടന്നു പോകാം. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ തന്നെ ഫുഡ് അടിക്കണമെന്ന് നോക്കാം. ഇപ്പം ഏകദേശം വൈകുന്നേരം 6 മണിയായിട്ടോ. ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമാണ്. അപ്പോൾ ഇക്കാടുവയിൽ മെയിനായിട്ട് ബീച്ചസ് ആണുള്ളത്. ഇവിടെ പിന്നെ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുന്നു ഈ ഭാഗങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ നല്ല ഏരിയ ഒക്കെ അല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു ഊടുവഴി ഉണ്ട്. അപ്പോൾ അതിലൂടെ വെറുതെ കയറി വെക്കാം. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ആൾ ഇവിടുത്തെ ആളാണ്. അപ്പോൾ ഇവിടെ അതൊരു ഹോട്ടലിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതാണ് നമ്മൾ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ബീച്ചാണല്ലോ കേട്ടോ. അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ബിയറും ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടുത്തെ കടലെന്താ വെച്ചാൽ നല്ല അത്യാവശ്യം നീറ്റ് കടലാട്ടോ. കുറച്ചപ്പുറത്ത് പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. കുറേ ലേറ്റ് ആയാലും ഇപ്പോൾ ഒന്നും കഴിച്ചില്ല, ഒന്ന് കഴിക്കാം.